നിശാന്തെ, കറുത്ത മുട്ടയിടുന്ന കോഴിയാണ് നിശാന്തിന്റെ ഫാമിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് ആൾക്കാർ പറയുന്നത്, ശരിയാണോ? ഇവിടെ കരിങ്കോഴി പൊതുവെ കറുത്ത മുട്ടയല്ല, തവിട്ട് നിറത്തിലുള്ള മുട്ടയാണ്. പിന്നെ കറുത്ത മുട്ടയിടുന്ന കോഴിയുണ്ട്, അത് കരിങ്കോഴികളല്ല, സിമനീസ് ബേഡ്സ് ആണ് നമ്മൾ കൂടുതൽ കറുത്ത മുട്ടയിട്ട് നമ്മൾ അറിവിലുള്ളത്. അത് ഇന്തോനേഷ്യൻ ബേഡ്സ് ആണ്. ഇന്ത്യയിൽ അങ്ങനെ പൊതുവെ കുറവാണ്. അപ്പൊ കറുത്ത മുട്ടയിടുന്ന കോഴി ഉണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ചേട്ടാ, എൻ്റെ പേര് നിശാന്താണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നെയ്യാർ ഡാമിനടുത്ത് പന്ത എന്ന സ്ഥലത്താണ് ഞാൻ കരിങ്കോഴിയുടെ ഫാം ചെയ്തേക്കുന്നത്. ഒരു ഫുൾ ടൈം കർഷകനാണ്. കരിങ്കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8-10 വർഷമായി. അപ്പോൾ ചേട്ടൻ തന്നെ ഏകദേശം ഒരു 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിലെ വീഡിയോസൊക്കെ. ഇപ്പം ഈ കരിങ്കോഴിയുടെ ഒരു പ്രത്യേകത എന്താണ്? കരിങ്കോഴിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ കുഞ്ഞാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് പൂവാണെങ്കിലും കണ്ണാണെങ്കിലും വായ, ചുണ്ട്, അതുപോലെ നഖങ്ങൾ, കാല്, ഈ സ്കിന്നിനടിയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. മൊത്തം ബ്ലാക്ക് ആണെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതെ, മൊത്തം ബ്ലാക്ക്. ഔഷധ മൂല്യം കൂടുതലുണ്ട്. മുട്ടയ്ക്കായാലും ഔഷധ ഗുണങ്ങൾ ഉണ്ട്, ഇറച്ചിക്കായാലും അങ്ങനെ തന്നെയാണ്. എത്ര മാസം പ്രായമുള്ള കോഴികളെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത്? നമ്മൾ 1 മാസം പ്രായം മുതൽ ഉള്ള കുഞ്ഞുങ്ങളാണ് സെയിൽ ചെയ്യുന്നത്. അത് വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ലെസോട്ട IBD, ലെസോട്ട 2, IBD2 എന്നുള്ള വാക്സിൻസ് എല്ലാം കഴിഞ്ഞിട്ട് 1 മാസം മുതൽ നമ്മൾ സെയിൽ ചെയ്യും. 1 മാസം പ്രായം 175 രൂപ, 1.5 മാസം 200 രൂപ, അങ്ങനെ നമുക്ക് റേറ്റ് ചെറിയ വ്യത്യാസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഹൈവേ വഴിയും NH MC റോഡ് വഴി ഡെലിവറീസ് ഉണ്ട്. ഡെലിവറീസ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി 20 പീസാണ്. ഒരു ബോക്സിൽ നമുക്ക് 20 പീസ് വരും. ഡെലിവറി ചാർജ് വരുന്നത് MC റോഡ് ആണെങ്കിൽ 300 രൂപയും NH ആണെങ്കിൽ 400 രൂപയും എന്നുള്ള രൂപ നിരക്കിലാണ് നമുക്ക് ഡെലിവറി ചാർജ് വരുന്നത്. ഏത് രീതിയിലും നമുക്ക് ആപ്റ്റ് ആവുന്ന ടൈപ്പ്. നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട് നമ്മുടെ യുവാക്കൾക്കായിട്ടുള്ള ഒരു വീട്ടമ്മമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ്? എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് സൈഡായിട്ട് തുടങ്ങിയതാണ്. ജോലി തുടങ്ങിയ സമയത്ത് ഞാൻ സൈഡായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഫുൾ ടൈം കർഷകനാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ കരിങ്കോഴി കൃഷി എന്ന് പറയുന്ന സാധനം. ഒരു 10-15 ഒക്കെ മേടിച്ചിട്ട് അവർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ സിമ്പിളാണ്, നമ്മുടെ നാടൻ കോഴികളെ പോലെ തന്നെയാണ്, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാവർക്കും മനസ്സിലാവും. എനിക്കൊരു ജോലിയോടൊപ്പമാണ് നിശാന്ത് ഈ ഫീൽഡിലേക്ക് വരുന്നത്, അല്ലേ? ഞാൻ ജോലിയോടൊപ്പം സൈഡായിട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഒരു ഫുൾ ടൈം കർഷകനാണ്. ഇപ്പം ജോലി അന്വേഷിച്ച് വേറൊരിടത്തും പോകണ്ടല്ലോ, നല്ല ലാഭകരമായിട്ട് പോകുന്നുണ്ട്.